പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മൾ എന്തിനാണെന്നറിയാം, ഈ 3 ബഡ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പിങ്കും ആണ് കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ മൂന്ന് ബഡ്സ് അപ്പോൾ നമുക്കിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ മിക്സീസൊക്കെ വീണ്ടും പൊട്ടിച്ചു. അതിന് മറ്റേ സോണാലേക്കാണ് വൈഫ് ഇരിക്കണില്ല, ഇരിക്കണ ഒരാൾ. മറ്റേ നമുക്ക് അതിന് സ്പൂൺ ഉണ്ടാക്കണം പറഞ്ഞു നോക്കാവേ. അടുത്തത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഈ ഒരു വലിപ്പമുള്ള 2 പീസ് പട്ടയാണ് കൊടുക്കുന്നത്. പിന്നെ 2 ചെറിയ കൊടുക്കുന്നുണ്ട്. അടുത്തത് 8 മുതൽ ഇത് ഞാനാണ് അതിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിക്കുന്നുണ്ട്. ഇതൊന്നും എന്തിനാണ് വലിപ്പമുള്ളതാണെങ്കിൽ 8 എടുക്കുക. അത് നിങ്ങൾ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ 8 മുതൽ 10 വരെയുള്ള അളവിൽ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ 9 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. വലിപ്പത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അടുത്തത് മെയിൻ ഐറ്റം തക്കോലം, ജാതിപത്രിയും ജാതിക്കയാണ് കേട്ടോ. അപ്പോൾ ജാതിക്കയുടെ കുരു എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ 1/4 പോർഷനാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. ജാതിപത്രി അത് ഒരു ദിവസം ഞാൻ പല്ലി വീടിയിട്ടാണ്. അത് എനിക്ക് ചിരി വന്നല്ലേ, അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ ചിരി വന്നിട്ട് വിചാരിച്ചു കണ്ടില്ല. അടുത്തത് മെയിൻ ആയിട്ട് മന്തി മസാല ഉണ്ടാക്കിയാലോ. ഞാൻ വെള്ളവും ഒഴിച്ച് മറ്റു കളർ പേപ്പറും ഉണ്ട്. നമുക്ക് നമ്മൾ ഇതും മാത്രം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നാരങ്ങയിലെ കുരു ഉണ്ടാവില്ല. ആ കുരു ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ പിക്മെന്റിൽ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതാ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി ചെറുകിട പരിപാടിയേ ഉള്ളൂ. ഗ്യാസ് സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായ ശേഷം 2 മിനിറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരുപാട് ടൈമൊന്നും വേണ്ട, 1-2 മിനിറ്റേ വന്നിട്ടുള്ളൂ. പ്രത്യേകം ചൂടാക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. വറുത്തെടുക്കുക. കാരണം അപ്പോൾ നമ്മുടെ ടേസ്റ്റൊക്കെ മാറും. ചൂടാക്കുന്നത് നല്ലൊരു മണം ഞങ്ങൾ വീഡിയോസ് ഇടാറില്ല. എല്ലാവരും ഇപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ വീഡിയോ നോക്കാറുണ്ട്. എല്ലാവരും കമൻറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ യൂട്യൂബ് കാണിച്ചോ എന്നിട്ട് എന്തിനാ ഒന്നും ഇടാത്തത്. എന്നെ ചെയ്ത് അങ്ങനെ അധികം വേണ്ട. ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ യൂട്യൂബ് നല്ല ആളുകളായിരുന്നു. പക്ഷെ ഇപ്പം മടുത്ത് അവിടെ മടിയായി. എനിക്ക് പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് യൂട്യൂബിലായാൽ മതി, പ്ലേ ബട്ടൺ കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഞങ്ങൾ വളർത്തുന്നത് 2 പേര് മാത്രമേ ഉള്ളൂ. അവർ 2 പേര് മാത്രമേ ഉള്ളത്. ഞങ്ങൾ 3 പേര് പ്രത്യേക യൂട്യൂബേഴ്സാണ്. ഏതൊക്കെയാണെന്നറിയാമോ യൂട്യൂബേഴ്സ്? പിന്നെ അനിക എന്ന് പറയുന്ന ഇതും, പിന്നെ ഷെക്സാൻ മുസ്ലിം കൊച്ചു. അനിക മുസ്ലിമോ അല്ല, അനിക ഹിന്ദുവാണ്. ഷെക്സാൻ മുസ്ലിമാണ്. ഞാൻ സ്പൂണൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് ഒഴിവിലാണ്. അയ്യോ കൈസായി ഇവിടെ നോക്കുന്നത്. ഞാനിപ്പോൾ സൂം ചെയ്ത് കൈ കണ്ടോ അവിടെ കൈ. അസ്സലാമു അലൈക്കും.
ഇത്തിരിയും കൂടിയുള്ളൂ ഇത്തിരിയും കൂടിയുള്ളൂ ബിബിയാങ്കോ എന്താ നിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകട്ടെ. ചില കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് ലൈക്ക്